പോകുന്നു. ഷാജിബ് നായർ, ഇതൊരു നയതന്ത്ര പ്രശ്നം കൂടിയാണല്ലോ. വൈകിയാണെങ്കിലും ഇറാൻ എംബസി ഡയറിയിൽ ഖമനേയി വധത്തിൽ ഇന്ത്യയുടെ അനുശോചനം കുറിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി. ഐറിസ് ദേന ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ വാട്ടേഴ്സിലല്ലെന്നും അത് അന്താരാഷ്ട്ര സമുദ്രത്തിലാണെന്നും ഇപ്പോൾ അവർ നമ്മുടെ അതിഥികളല്ല കപ്പലെന്നും വരുന്നൊരു വിശദീകരണം, ഒഫീഷ്യൽ വിശദീകരണം ആയിട്ടില്ല അതും. എന്നിട്ടും എന്തുകൊണ്ടാണ് PM കോംപ്രമൈസ്ഡ് എന്നൊരു പൊളിറ്റിക്കൽ പ്രതികരണം ഈ വിഷയത്തിലും രാഹുൽ ഗാന്ധി നടത്തുന്നത്? സിരാജ് പി നായർ. ആശ്മി, അത് ഒരു സമാധാന സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഒരു യുദ്ധകാലത്തിലല്ല, ഒരു മുന്നറിയിപ്പുമില്ലാത്ത ഒരു യുദ്ധകാലത്തല്ലാതെ ആദ്യത്തെ തന്നെ ഒരു ആക്രമണത്തിൽ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ തലവനെ വധിച്ചാൽ അനുശോചിച്ചാൽ മതിയോ? അതിന് അപലപിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ വാക്കുകളിൽ ഇത്രമാത്രം കോംപ്രമൈസ് ചെയ്യുന്നത്? ഇറാൻ ഇന്ത്യയുടെ സുഹൃത്താണ്. ഇറാനിൽ ചബാഹർ പോർട്ട് ഉൾപ്പെടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നമ്മളുമായി ദീർഘകാല ബന്ധമുണ്ട്, നമ്മളുമായി ഒത്തിരി നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ തലവനെ തന്നെ ഒരു സമാധാന സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അതിനകത്ത് ന്യൂക്ലിയർ ആംസിനെ സംബന്ധിച്ച് ധാരണയിലെത്തിയിരുന്നു, ഒമാൻ മധ്യസ്ഥതയിൽ നടക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ആ സമാധാന സംഭാഷണം നടക്കുന്നതിനിടയ്ക്കാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണം ആദ്യം തന്നെ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ നേതാവിനെ കൊന്നുകൊണ്ടാണ്. അതിനെ എന്തുകൊണ്ട് അപലപിക്കാൻ കഴിയുന്നില്ല? അവിടെയാണ് നമ്മൾ കോംപ്രമൈസ്ഡ് ആയി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഈ ഇസ്രായേലിൽ ഇത്ര വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിന് ഒരു ദിവസം മുൻപ് നരേന്ദ്രമോദി ഇസ്രായേൽ ചെല്ലുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇത്രമാത്രം വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന, യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ അവിടെ കൊണ്ടുവരുമോ? അവരെ സംബന്ധിച്ചോളം അത് ചെയ്യുന്നൊരു കാര്യമാണ്, അത് സ്വാഭാവികമാണ്. അത് നമുക്കറിയണമെന്നില്ലല്ലോ, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയണമെന്നില്ലല്ലോ ശ്രീ രാജീവ് നായർ. നമുക്കറിയണം എന്നില്ല. പക്ഷേ പിന്നീടുള്ള ഈ സർക്കാരിൻ്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഒരു രാജ്യം, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചേരിചേരാ നയം എന്താ? ചേരിചേരാ നയം BJP പറയാൻ ശ്രമിക്കുന്നത്, ചേരിചേരാ നയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലും മിണ്ടാതിരിക്കാതാണ്. അങ്ങനെയാണോ? രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ, തർക്കമുണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ, സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്നതാണോ ചേരിചേരാ നയം? അങ്ങനെയല്ല. ചേരിചേരാ നയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഘർഷത്തിൽ നമുക്ക് യോജിച്ച നിലയ്ക്കുള്ള നിലപാടെടുക്കാനും നമുക്ക് സ്വതന്ത്രമായി വിമർശനം ഉന്നയിക്കാനും സമ്മർദ്ദമുണ്ടാക്കാനും ആ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്യുന്നതാണ് ചേരിചേരാ നയം. അതല്ലാതെ നമ്മൾ നേരത്തെ സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ മിണ്ടാതെ അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് AC റൂമിൽ കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നു ചേരിചേരാ നയം. ഈ ഇന്ത്യ മഹാരാജ്യം ഈ ലോകത്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് പല സംഘർഷങ്ങളിലും ക്രിയാത്മകമായി ഇടപെട്ട ചരിത്രമുള്ള നാടാണ്. രാജീവ് ഗാന്ധി മരണപ്പെട്ടപ്പോൾ ലോകത്തുനിന്നുള്ള 54 രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിലെത്തി. എന്താ പറഞ്ഞത്? ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും വലിയ ശ്രമം നടത്തിയൊരു നേതാവായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ നാളുകളിൽ ഇത്രമാത്രം സംഘർഷം ഈ ലോകത്തുണ്ടായിട്ട് ഇന്ത്യക്ക് എന്ത് പൊസിഷനിങ്ങാണ് ഉള്ളത്? ഇന്ത്യ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വ്യക്തമായൊരു അഭിപ്രായം പറയുന്നുണ്ടോ? അമേരിക്കയെ പേടിച്ച് പറയുന്നതല്ലാതെ ഇന്ത്യക്ക് വ്യക്തമായ നയമുണ്ടോ? ഇറാനിൽ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള GCC രാജ്യങ്ങൾ ഉൾപ്പെടെ അവിടെ ആക്രമണം ഉണ്ടാവും. നമുക്ക് അറിയാത്തതല്ലോ. 8 മാസം മുമ്പ് ഇറാനെ ആക്രമിച്ചു. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു? ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യത്ത് അമേരിക്കൻ അവരെ സംബന്ധിച്ചോളം സ്വയരക്ഷയാണ്. കാരണം ചുറ്റുപാടുമുള്ള 19ഓളം US ആർമി ബേസുകളിൽ നിന്ന് ഇറാനെതിരെ ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അവർ അങ്ങോട്ടേക്ക് ആക്രമിക്കുകയാണ്. വേറെ മാർഗമില്ല അവർക്ക്. അത് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കാണാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക്, ഈ രാജ്യത്തിൻ്റെ സർക്കാരിന് കഴിയുന്നില്ലേ? അപ്പം നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യ സമ്പത്ത് അവിടെ ഉള്ളപ്പോൾ, നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളപ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ പെട്രോളിയം, ഗ്യാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ സ്റ്റേക്ക് അവിടെ കിടക്കുന്ന സമയത്ത് ഈ ഒരു സംഘർഷം ഉണ്ടായാൽ അതിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിക്കേണ്ടി വരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ സംഘർഷം ഒഴിവാക്കാൻ ഇടപെടുകയല്ലേ ഒരു രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം? ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ ലോകം മുഴുവൻ ഞാൻ വിശ്വഗുരുവാണ്. താൻ മാഡിസൺ സ്ക്വയറിലും ടൈംസ് സ്ക്വയറിലും പോയി പണം ചെലവാക്കി പരിപാടി നടത്തി കുറേ പേര് മോദി 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 എന്ന് വിളിച്ചപ്പോൾ താൻ വിശ്വഗുരുവായി എന്ന് പറഞ്ഞ ആളാണ്. ഏറ്റവും വലിയ സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ്. അവിടെ പോയിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി അബ് കി ബാർ മോദി സർക്കാർ എന്ന് പറഞ്ഞ ആളാണ്. നെതന്യാഹു തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ സുഹൃത്ത് ബന്ധം എന്തിനാണ് ഈ രാഷ്ട്രം ഉപയോഗിക്കേണ്ടത്? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ആരോട് സുഹൃത്താവുന്നുള്ളത് മറ്റൊരു വിഷയമാണ്.
പക്ഷെ ആ സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യവും അത് ഉപയോഗിക്കേണ്ടത് എന്തിനാ? അബ്സ്റ്റീൻ ഫയലിനെ പോലെ അവിടെ പോയി ഇസ്രായേലിന് വേണ്ടി ഡാൻസ് കളിക്കാനാണോ അത് ഉപയോഗിക്കേണ്ടത്? അതിന് മറിച്ച് ഈ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണ് ഒരു രാഷ്ട്രത്തലവൻ്റെ വ്യക്തിബന്ധം. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, വ്യക്തിബന്ധം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലാതിരുന്ന സമയത്ത് വിസ പോലും കിട്ടിയില്ലല്ലോ US-ലേക്ക് പോകാൻ. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന സൗഹൃദം, രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ട സമയത്ത് ആ രാജ്യങ്ങളോടൊപ്പം നിന്ന് ഈ അനീതി നടപ്പാക്കാൻ വേണ്ടി നിശബ്ദനായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പം ഇന്ത്യൻ സമുദ്രാതിർത്തിക്കകത്തല്ല, പക്ഷെ വിശാഖപട്ടണത്ത് വന്നതിന് ശേഷം പോയതാണ്. ടെക്നിക്കലി വേണേൽ പറയാം ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, അന്താരാഷ്ട്രമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ ആ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ ചങ്കൂറ്റമില്ലാത്ത ഒരാളാണെങ്കിൽ 56 ഇഞ്ചല്ല 56 മില്ലിമീറ്റർ പോലും ഇല്ലാത്ത മനസ്സാണ് എന്ന് പറയുന്നത്. ഈ ലോകത്തോട് പറയേണ്ടതാണ്, തെറ്റാണ് എന്ന് പറയും. ഇറാഖിലെ അധിനിവേശം നടത്തിയപ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇവർ മൗനി ബാബ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന മൻമോഹൻ സിംഗ് അമേരിക്കയുടെ മണ്ണിൽ വെച്ച് എന്താ പറഞ്ഞത്? ഇറാഖിന്റെ മേൽ അധിനിവേശം നടത്തിയത് തെറ്റാണ്, അമേരിക്കയുടെ മണ്ണിൽ വെച്ച് പറഞ്ഞതാണ് അല്ലേ? ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് പേടിയുണ്ടാവും. അത് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞല്ലോ, ഞാൻ വാ തുറന്നാൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ആ പേടി ചിലപ്പോൾ നരേന്ദ്രമോദി കൊള്ളവുണ്ടാവും ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് അനുശോചനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇറാനെതിരെ, ഇറാന്റെ പരമാധികാരത്തിനെതിരെ നടത്തിയ ഈ ആക്രമണം എല്ലാ കൺവെൻഷനുകളെയും യുദ്ധനീതിയെയും ലംഘിച്ചുകൊണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.